ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഞാൻ പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് അല്ലേ? ഐ വാസ് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നു. ഞാൻ സ്കൂളിൽ പോവുകയായിരുന്നു, അപ്പോൾ മഴ പെയ്തു. അതായത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ സ്റ്റാർട്ടഡ് റെയിനിങ്. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ സ്റ്റാർട്ടഡ് റെയിനിങ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മഴ പെയ്തു. നെക്സ്റ്റ്, അവർ എന്നെ കളിക്കാൻ വിളിക്കുകയായിരുന്നു. അവർ എന്നെ കളിക്കാൻ വിളിക്കുകയായിരുന്നു. സബ്ജക്റ്റ് അവരാണ്. They were calling me to play. They were calling me to play. അവർ എന്നെ കളിക്കാൻ വിളിക്കുകയായിരുന്നു. നീ പോയോ അല്ലെങ്കിൽ നിങ്ങൾ പോയോ എന്നിങ്ങനെ ചോദിക്കും. ഡിഡ് യു ഗോ? അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിലറി വേണം. ഡിഡ് യു ഗോ? അപ്പോൾ ഈ വെൻറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. ഈ വെൻറ്റ് പറയുന്നത് ഗോ പ്ലസ് ഡിറ്റ് ആണ്. അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പം ഡിഡ് യു ഗോ, അവിടെ ഡിഡിനെ നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറും? നമ്മൾ വെർബ് V1 ഫോമിലായി മാറും. അപ്പം ഡിഡ് യു ഗോ, നീ പോയോ അല്ലെങ്കിൽ നിങ്ങൾ പോയോ. ഓക്കെ, നെക്സ്റ്റ്, ഇനി അവൾ പോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് ഷി ഗോ അല്ലേ? ഡിഡ് ഷി ഗോ. അവിടെ നമുക്ക് സിംഗുലർ പ്ലൂരൽ എന്നൊന്നുമില്ല. ഡിഡ് ഷി ഗോ സെയിം തന്നെയാണ്. അവർ പോയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡിഡ് ദേ ഗോ. ക്ലിയർ ആയോ? ഇനി ഇത് ഹാവ് യു ഗോൺ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അവർ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു ഗോൺ എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്, നീ ട്രെയിനിൽ പോവുകയായിരുന്നോ? നീ ബസ്സിൽ പോവുകയായിരുന്നോ? നീ ബൈക്കിൽ പോവുകയായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നീയാണ് സബ്ജക്റ്റ്. വർ യു ഗോയിങ് ബൈ ട്രെയിൻ? വർ യു ഗോയിങ് ബൈ ട്രെയിൻ? ട്രെയിനിൽ പോവുകയായിരുന്നോ? അവൾ പഠിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? അവളാണ് സബ്ജക്റ്റ്. വാസ് ഷീ സ്റ്റഡിങ്? വാസ് ഷീ സ്റ്റഡിങ്? അവൾ പഠിക്കുകയായിരുന്നു. അവൾ പഠിക്കുകയായിരുന്നു. ഷീ വാസ് സ്റ്റഡിങ്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ്, അവൾ ഇപ്പോഴും പോയിട്ടില്ലേ അല്ലെങ്കിൽ അവൾ ഇപ്പോഴും പോയിട്ടില്ലേ? സബ്ജക്റ്റ് അവളാണ്. സോ എങ്ങനെ ചോദിക്കും? ഹാസ്ൻ't ഷീ ഗോൺ യെറ്റ്? ഹാസ്ൻ't ഷീ ഗോൺ യെറ്റ്? അവൾ ഇപ്പോഴും പോയിട്ടില്ലേ? അതായത് അവൾ ഇതുവരെ പോയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അവൾ ഇന്നലെ ക്ലാസ്സിൽ പോയില്ലേ? അവൾ ഇന്നലെ ക്ലാസ്സിൽ പോയില്ലേ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ വീണ്ടും നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.